എൻ്റെ പൊന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ബിഗ് ബോസ് ഭയങ്കര ട്വിസ്റ്റാണ്. നമ്മുടെ ബിഗ് ബോസ് ഏട്ടൻ ഭയങ്കര പണിയാണ് കൊടുക്കുന്നത് കേട്ടോ. ബോസ് ഏട്ടൻ ഭയങ്കര പണിയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ടാസ്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ടാസ്ക് നടക്കുന്നത്. ആ ടാസ്കിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടാകും, ഓരോരുത്തർക്കും ഓരോ ഫ്രിഡ്ജ് ഉണ്ടാകും. അങ്ങനെ 6 ഫ്രിഡ്ജ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് തന്നെ അനീഷിന് കൂടെ നിൽക്കുന്ന ശരത്തും നമ്മുടെ അനുമോളും, അതുപോലെ തന്നെ മറ്റുള്ളവരും ആരൊക്കെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അവരൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം ഈ ടാസ്ക് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ ഫ്രിഡ്ജ് വെച്ച് 6 ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിൻ്റെ മുൻവശത്ത് ഒരു മാർക്കുണ്ടാകും. ഈ മാർക്കിൽ ഈ സഹായികൾ വന്ന് നിൽക്കണം. മറുഭാഗത്ത് കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് നിറയ്ക്കണം എന്നാണ് എല്ലാവരും വിചാരിച്ചത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. മാക്സിമം എത്രമാത്രം സാധനങ്ങൾ നിറയ്ക്കണമോ അത്രയും നിറയ്ക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ആദ്യം ടാസ്ക് കഴിഞ്ഞു. എല്ലാവരും കുത്തിക്കയറ്റി, ഫ്രിഡ്ജിനകത്ത് കുറേ കുത്തിക്കയറ്റി. ഇപ്പം ഫ്രിഡ്ജ് അടയുന്നില്ല. അപ്പം ബിഗ് ബോസ് പറയും ഫ്രിഡ്ജ് അടയണം. അങ്ങനെ അടയ്ക്കാൻ രീതിയിൽ മാക്സിമം കയറ്റിയിട്ട് കുറേയൊക്കെ മാറ്റി എല്ലാവരും. അങ്ങനെ ഫ്രിഡ്ജ് അടച്ചു. എന്നിട്ട് ബിഗ് ബോസ് പറയും എല്ലാവരുടെയും കൗണ്ട് ചെയ്യാൻ പറയും. അങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നത് നമ്മുടെ അനീഷിനാണ്. അതായത് ശരത്തും അനുമോളും കൂടെ കളക്ട് ചെയ്തത് 68 എണ്ണം. അതായത് അതിലൊരു ടൂൾ ബോക്സ് ഉണ്ടായിരുന്നു. ടൂൾ ബോക്സ് കൂട്ടാതാണെങ്കിൽ 40 എണ്ണവും ടൂൾ ബോക്സിനകത്തുള്ള ഓരോരോ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂട്ടിയിട്ട് മൊത്തത്തിൽ 68 എണ്ണമായി. ഇവരായിരുന്നു ഹൈയസ്റ്റ് ആയിട്ട് നിന്നിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ അനീഷ് 68, അതുപോലെ തന്നെ നമ്മുടെ നിവീനും അഫിയും കൂടെ 54, അക്ബറും ഷാനവാസും കൂടെ 49, അതുപോലെ ഗിസേലും ആര്യനും കൂടെ 45, അതുപോലെ തന്നെ ബിന്നിയും ശൈത്യയും കൂടെ തമ്മിൽ അവർ 46, ബിന്നിയും നൂറയും തമ്മിൽ 30. ഇങ്ങനെയായിരുന്നു ആദ്യമേ കളക്ട് ചെയ്ത എണ്ണം വന്നത്. അപ്പം ഈ അനീഷ് ജയിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബോസേട്ടൻ്റെ ട്വിസ്റ്റ്. ബോസേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വെറും ബോക്സ് അല്ല, ഇതൊരു ഫ്രിഡ്ജായിരുന്നു എന്ന്. അപ്പൂപ്പനെയും അമ്മൂമ്മയെയും തലങ്ങണിയെയും പാവയെയും ടെലിഫോണിനെയും ഒന്നും ഞങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ല. നിങ്ങൾ അങ്ങനെ വെക്കുമോ? ടാസ്ക് ആണെങ്കിലും ഇതുപോലെ അന്ധമായി വിശ്വസിക്കാതെ കുറച്ച് ലോജിക്കൊക്കെ ആയിക്കൂടരുത്. എങ്ങനെ ഇരിക്കുന്നു? അതായത് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്ന സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ആയിട്ടും ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ്, അതേപോലെ പല സൈസ് ഫുഡിൻ്റെ പിക്ചേഴ്സ് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പിക്ചേഴ്സൊക്കെ വെക്കാം. അതേപോലെ ഫുഡിൻ്റെ പിക്ചേഴ്സ് ഉള്ളത് വെക്കാം, ഫുഡുള്ളത് വെക്കാം. ഇതൊക്കെ മാത്രമേ വെക്കാൻ പറ്റൂ. അതുപോലെ തന്നെ മുട്ടയുടെ ട്രേ ഉണ്ടല്ലോ, എഗ് ട്രേ, അത് വെക്കാം. അതായത് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള എന്ത് സാധനം ഉണ്ടോ അതെല്ലാം വെക്കാം. അത് ഫോട്ടോ ആയാണെങ്കിലും ഫുഡ് ആണെങ്കിലും അതല്ല ഏതെങ്കിലും പാവ പോലത്തെ ഉണ്ടല്ലോ ഫുഡ്, ഇപ്പോൾ ബനാന ടോയ് ഉണ്ടല്ലോ, അതുമൊക്കെ ആണെങ്കിലും വെക്കാം. പക്ഷെ അതല്ലാതെ ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ മുന്നിൽ നിന്ന അനീഷ് 3ാമത്തെ സ്ഥാനത്ത് വന്നു. അതായത് അനീഷിന് 29 പോയിൻ്റേ ഉള്ളൂ. ഒന്നാമതെത്തിയത് ഒനിയിൽ 47 പോയിൻ്റോട് കൂടി 6ാമത്തെ പോയിൻ്റ് കിട്ടി. അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ഒനിയിലാണ്. 47 എണ്ണം കളക്ട് ചെയ്തു, അതോടുകൂടി 6ാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ 37 എണ്ണം കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ റെന അങ്ങനെ 5ാമത്തെ പോയിന്റ്. അതിനുശേഷം 32 എണ്ണം കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രേണു സുധി 4ാമത്തെ പോയിന്റ്. ആദ്യമേ 1ാം സ്ഥാനത്ത് നിന്ന് നമ്മുടെ അനീഷിന് ഇപ്പോൾ 3ാമത്തെ പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 29 എണ്ണവേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 2ാമത്തെ സ്ഥാനം നമ്മുടെ കലാഭവൻ സരികയ്ക്ക് 23 പോയിൻറ്റും. അതുപോലെ തന്നെ 1ാമത്തെ സ്ഥാനത്ത് നമ്മുടെ KB 19 എണ്ണവേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗെയിം പോയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ടാസ്കിൽ 6ാമത്തെ പോയിന്റ് മേടിച്ച റെന ഫാത്തിമ ഇപ്പം 5ാമത്തെ പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ റെനയാണ് കേട്ടോ. മിക്കവാറും അനീഷിൻ്റെ കൂടെ ആണെന്ന് അറിയാൻ വയ്യ. മിക്കവാറും അനീഷ് കൺഫേംഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ബിഗ് ബോസ് വലിയൊരു ട്വിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി അടുത്ത ഗെയിമിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്.